ബ്രണ്ണൻ കോളേജ് കാലത്തേക്ക് കെ സുധാകരൻ തിരിച്ചു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സുധാകരനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് റോഷിപാലിനോട് പ്രതികരിക്കാതെ നടത്തിയ പരാമർശമടക്കം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളിയിൽ ഹൈക്കമാൻഡ് ഒന്ന് ഇളകിയിട്ടുണ്ട്, ഒന്ന് പതറിയിട്ടുണ്ട് എന്നതാണ് കെ സി വേണുഗോപാലിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീരുമാനമെടുക്കാതെ, ചർച്ച നടത്താതെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി എന്ന് ആരും തന്നെ കേരളത്തിൽ ഇന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ചും UDFന്റെ ഒരു യോഗം നടക്കുന്ന വേളയിൽ കെ സുധാകരനെ മാത്രം ദില്ലിക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെ കെ സുധാകരൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച നടന്നില്ലെങ്കിൽ കെ സുധാകരൻ ആ വിഷയത്തെക്കുറിച്ച് അത് ചർച്ചയായില്ല എന്ന ഒറ്റ വാക്കിൽ പ്രതികരണം ഒതുക്കാവുന്നതായിരുന്നു കെ സുധാകരൻ. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മാറുന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്നൊക്കെ കെ സുധാകരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം കെ സുധാകരനുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിരിക്കുന്നു. പക്ഷേ നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും മറ്റൊരു സുധാകരനായി മാറുകയാണ്. അപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും രണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയും അതുപോലെ തന്നെയാണ്. കെ സുധാകരന് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഉള്ള താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോഴൊരു ഇളക്കി പ്രതിഷ്ഠയിലേക്ക് പോയാൽ അത് ഇപ്പോൾ തന്നെ കുളമായി കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ കുളം കലക്കലിന് ഉള്ള വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഹൈക്കമാൻഡ് മാറി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.